സതീശനെ വിമർശിക്കുന്ന, ഇന്ന് പോലും വിമർശിക്കുന്ന സമുദായ നേതാക്കൾ പലരും രഹസ്യമായി സതീശനുമായി സൗഹൃദം പുലർത്തുന്ന ആളുകളാണ്. സമസ്തയുടെ നേതാവ് ജിഫ്രി തങ്ങളും വി ഡി സതീശനും തമ്മിൽ ഗാഠമായ സൗഹൃദമുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളാരും വിശ്വസിക്കുമോ? പ്രേക്ഷകർ വിശ്വസിക്കുമോ? നമുക്ക് അങ്ങനെ ഒരു ചിത്രം പോലും ഇല്ല. സാധാരണ രീതിയിൽ രാഷ്ട്രീയക്കാർ സമുദായ നേതാക്കളെ കാണാൻ പോകുമ്പോൾ അതിൻ്റെ കൂടെ മീഡിയം പോവും, അല്ലേ? ഇന്നയാളെ കണ്ടു, ഇന്ന തങ്ങളെ കണ്ടു, കൈമുത്തി, അല്ലെങ്കിൽ ഉണക്കം പറഞ്ഞു, ഇതൊക്കെയാണ് നമ്മൾ കാണുന്ന വാർത്ത. പക്ഷെ അതല്ലാത്ത ഒരു ബന്ധം വി ഡി സതീശനും സമുദായ നേതാക്കളുമായിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നത് ജിഫ്രി തങ്ങളെ പറ്റി മാത്രമല്ല, മറ്റ് പല സമുദായ നേതാക്കളുമായി പുറത്ത് പറയില്ല. അവർ പോലും പുറത്ത് പറയില്ല. ഒരുപക്ഷെ സതീശനെ വിമർശിക്കുന്ന, ഇന്ന് പോലും വിമർശിക്കുന്ന സമുദായ നേതാക്കൾ പലരും രഹസ്യമായി സതീശനുമായി സൗഹൃദം പുലർത്തുന്ന ആളുകളാണ്. അവരുടെ വിമർശനത്തിന് പിന്നിൽ മറ്റ് പല രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുമാണ് എന്ന് പിന്നീട് തെളിഞ്ഞതുമാണ്. നമുക്കറിയാം, ഒരു സമുദായ നേതാവ് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോണിൽ കോളോന്നൊക്കെ നമുക്കറിയാം. അപ്പം അങ്ങനെ പലതരം സമ്മർദ്ദങ്ങളുണ്ട്. നേരത്തെ ദാവൂദ് പറഞ്ഞതുപോലെ ഈ മിനിസ്കുലാർ ക്രിസ്ത്യൻ ഡിനോമിനേഷൻസുമായിട്ടുള്ള സതീശൻ്റെ ബന്ധം. അപ്പോൾ സതീശൻ മുന്നോട്ട് വയ്ക്കുന്ന സെക്യുലറിസം ഈ സമുദായങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കുകയോ അല്ലെങ്കിൽ സമുദായ സംഘടനകളെ പൂർണ്ണമായി നിഷേധിക്കുന്ന ഒരു സമീപനമല്ല, അവരെ കേൾക്കുക എന്നുള്ള സമീപനമാണ്. അപ്പോൾ ലീഗുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ബന്ധമെന്ന് പറഞ്ഞാൽ ലീഗിനെ കുറിച്ചിപ്പോൾ കൗമുദിയുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ നടന്ന ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, 5-ാം മന്ത്രി വിവാദം ഒരു മിസ്റ്റേക്കായിരുന്നു. അത് ലീഗിൻ്റെ മിസ്റ്റേക്കല്ല, ഞങ്ങളുടെ നേതൃത്വത്തിൻ്റെ മിസ്റ്റേക്കായിരുന്നു. അപ്പോൾ 5-ാം മന്ത്രി വിവാദം കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സതീശൻ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ആ സമയത്ത് പക്ഷേ അത് ഓർക്കുന്നുണ്ടാവും, ഈ സ്ഥിതി സമുദായിക കാലുഷ്യത്തിലേക്ക് നയിക്കും എന്നുള്ളത്. അപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന, ഇത് തുറന്നു പറയുന്ന ഒരു നേതാവ്. അങ്ങനെ ഒരു ഓപ്പൺനെസ് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ കണ്ടിട്ടുണ്ടോ? ഇല്ല.